നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പ്രീമിയർ ലീഗിൽ ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിലെ പ്രോബബ്ലി ഇന്നൊരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ച് വരാവാൻ സാധ്യതയുണ്ടായിരുന്ന ആർസണൽ വേഴ്സസ് ആസ്റ്റൺ വില്ല മാച്ചിൽ ആസ്റ്റൺ വില്ലയുടെ ഒരു അൺബീറ്റൻ എന്നല്ല പറയേണ്ടത്, ശരിക്കും ഒരു വിന്നിങ് റൺ, 11 മാച്ചുകൾ ഓൾ കോമ്പറ്റീഷൻ അടുപ്പിച്ച് ജയിച്ചുകൊണ്ട് റൺ നടത്തിയ ആ ഒരു ഓട്ടം തൽക്കാലത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. അത് 4-1 നശിപ്പിച്ച് തന്നെ വിട്ടു എന്ന് പറയേണ്ടി വരും ആസ്റ്റൺ വില്ലേനെ എമിറേറ്റ്സിൽ വെച്ച്. സോ ഇന്നലത്തെ മാച്ചിൽ രണ്ട് ടീമിന്റെ ലൈനപ്പ് കാണാം. എസ്പെഷ്യലി ആർസണലിന് ഡെക്ലൻ റൈസിന് ഇഞ്ചറി കാരണം ഡെക്ലൻ റൈസ് അവൈലബിൾ അല്ലായിരുന്നു. സോ ആർസണൽ നല്ല മെറീനോനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അതിന് അവരുടെ സ്ട്രോങ്സ്റ്റ് ബാക്ക് ലൈൻ തന്നെ അവൈലബിൾ ആയിരുന്നു. ലെഫ്റ്റ് ബാക്കാണ് ഹിൻകാപ്പിയാണ്, കാലിഫോർക്ക് ഇഞ്ചറി എന്നുള്ളൊരു കാര്യം അറിയാലോ. ഗബ്രിയൽ ജീസസ് ഇഞ്ചറി മാറി വന്ന് ഗോൾ സ്കോർ ചെയ്തു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കായ് ഹാവേർട്സ് ബെഞ്ചിലുണ്ടായിരുന്നു, യൂസ് ചെയ്തില്ല. എസേനെ ഇന്നലെയും യൂസ് ചെയ്തില്ല, അൺയൂസ് സബ്ബായിരുന്നു. മാർട്ടിനെല്ലി അൺയൂസ് സബ്ബായിരുന്നു. അപ്പുറത്ത് ആസ്റ്റൺ വില്ലയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും അവർക്ക് കമാറ സസ്പെൻഷൻ കാരണം ഈ മാച്ചിൽ അവൈലബിൾ അല്ലായിരുന്നു. ക്യാഷും അവൈലബിൾ അല്ലായിരുന്നു. and ഈ ഒരു മാച്ചിൽ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഈവൻ ഗെയിം ആയിരുന്നു. നിങ്ങളിപ്പോൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ പൊസിഷൻ വൈസും വലിയ ഡിഫറൻസ് ഇല്ല. ഫസ്റ്റ് ഹാഫ് സ്റ്റാറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ചെറിയൊരു XG അഡ്വാൻറ്റേജ് ആസ്റ്റൺ വില്ലയ്ക്ക് ഉണ്ട് താൻ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും. ഓൾമോസ്റ്റ് ഒരു ഈവൻ മാച്ചാണ്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു ആർസണലിന്റെ അഴിഞ്ഞാട്ടം. ആർസണൽ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്ന കണ്ടു. XGയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ആസ്റ്റൺ വില്ല 2.5 2.6 സംതിങ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ആ ഒരു മിസ്ലീഡിങ് സ്റ്റാറ്റാണ്. കാരണം ലാസ്റ്റ് 4-0 ഒരു ലീഡ് എടുത്തതിന് ശേഷം ആർസണൽ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ചാൻസുകൾ ആസ്റ്റൺ വില്ല ക്രിയേറ്റ് ചെയ്തു. അതുവരെ ആർസണൽ 4 അടിക്കുന്നതിന് വരെ സെക്കൻഡ് ഹാഫിൽ ആസ്റ്റൺ വില്ല ഗെയിമിലേലായിരുന്നു. സോ എൻ്റെ ഒരു ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആർസണലിന് ഇന്നലെ കാണിച്ച ഒരു പെർഫോമൻസ് ഒരു ടൈറ്റിൽ വിന്നിങ് ടീമിന്റെ പെർഫോമൻസ് ആയിരുന്നു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആർസണൽ എപ്പോഴും എന്താണ് ചെയ്യുക, ഫസ്റ്റ് ഗോൾ അടിക്കുന്നു, ഓക്കെ സെറ്റ് പീസ് FC അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കും, കുറേ പേര് കളിയാക്കുന്നതൊക്കെ ഉണ്ട്. ബട്ട് സെറ്റ് പീസുകൾ കൺവേർട്ട് ചെയ്യാൻ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമില്ല. ഇന്നലെ സെറ്റ് പീസിലൂടെ ഒരു ഗോൾ അടിച്ചു, ബട്ട് 3 ഓപ്പൺ പ്ലേ ഗോൾ അടിച്ചു. സോ ഇന്നലെ ആർസണൽ അവരുടെ XGനെ ഔട്ട് പെർഫോം ചെയ്തു. സാധാരണ നമ്മൾ കാണുന്ന തന്നെ ബ്രൈറ്റൺ മാച്ചിലൊക്കെ കണ്ടത് തന്നെ XGനേക്കാളും താഴെയാണ് ഗോളുകൾ സ്കോർ ചെയ്യുന്നത്. സോ ആർസണൽ ഇന്നലത്തെ മാച്ചിൽ XG ഔട്ട് പെർഫോം ചെയ്തൊരു മാച്ചാണ്. അതാണ് ആർസണൽ ഇന്നത്തെ മോസ്റ്റ് പോസിറ്റീവ് തിങ്. ആൻഡ് 1-0 കടിച്ചു തൂങ്ങി നിൽക്കാതെ വെൻ ഫോർ ദാറ്റ് സെക്കൻഡ് ഗോൾ, തേർഡ് ഗോൾ, ഫോർത്ത് ഗോൾ, ഈവൻ ഫിഫ്ത്ത് ഗോളിന് വേണ്ടി അവർ ശ്രമിച്ചു. ലാസ്റ്റ് ഒരു 10 മിനിറ്റിന് മുകളിലാണ് അവർ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പോയത്. അതും 4-0 ഒരു കംഫർട്ടബിൾ ലീഡ് ആയതിനു ശേഷമാണ് ആസ്റ്റൺ വില്ല റയനെ ടെസ്റ്റ് ചെയ്യുന്ന. റയയുടെ നല്ല 2 ഡബിൾ സേവുകളും മറ്റുമൊക്കെ നമ്മൾ കണ്ടു. റയ ഇന്നലെയും ഇതിന് മുമ്പത്തെ ബ്രൈറ്റൺ മാച്ചിൽ നമ്മൾ കണ്ടാണ് റയയുടെ ഒരു ലാസ്റ്റ് മോമെന്റ് പിൻ പോയിന്റ് സേവ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ലോങ് റേഞ്ചർ ആയിരുന്നു, റൂട്ടറിന്റെ ആയിരുന്നോ മിനിറ്റയുടെ ആയിരുന്നു, ആരുടെ ഒരു സേവ് ഒക്കെ നമ്മൾ കണ്ടതാണ്. സോ റയ ഇന്നലെയും ഗെയിമിൽ വന്നു. പക്ഷെ റയക്ക് ഇന്നലെ കാര്യമായിട്ട് ഒരു 70-75 മിനിറ്റ് ഒന്നും ചെയ്യാനായിട്ടില്ല. സോ ഇന്നലത്തെ മാച്ചിൽ എന്താണ് സെക്കൻഡ് ഹാഫിൽ ഡിഫറൻസ് ആയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പലരും ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുവാണെങ്കിൽ ആൻസർ ഈസ് ഒനാന പിച്ചിൽ നിന്ന് പോയത് റിയലി അഫക്ട് ചെയ്തു. അത് പോസ്റ്റ് മാച്ച് ഉനൈ എമറി വന്ന് പറയുകയും ചെയ്തു. ബെഞ്ച് സ്ട്രെങ്തിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. സോ ഇന്നലത്തെ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടാണ് ഒനാന ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾ റിസീവ് ചെയ്യുന്നു, ബോളുമായിട്ട് ക്യാരി ചെയ്യുന്നു, ആൻഡ് ഇറ്റ് വർക്ക്. ഫസ്റ്റ് ഹാഫിൽ ഒഡിഗാർഡ് അല്ല നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ട ഒഡിഗാർഡ്. ഫസ്റ്റ് ഹാഫിൽ ഒഡിഗാർഡ് കൂടുതലും സൈഡ് വേസ് പാസ് ചെയ്യുന്ന ഗെയിംസ് നമ്മൾ നോക്കാനായിട്ടാണ്. ഓവറോൾ ആർസണൽ കുറച്ച് ടെമ്പോ സ്ലോ ഡൗൺ ചെയ്യുന്നുള്ളൊരു ഫീല്. ട്രൊസാർഡ് വൈഡിലോട്ട് നിൽക്കുന്നു, സാക്ക വൈഡിലോട്ട് നിൽക്കുന്നു, ഗ്യോക്കറസ് ആർ ദ ബെസ്റ്റ് ചാൻസ് ഒരു ഹെഡർ സിനാരിയോ ഉണ്ടായിരുന്നു. ഇന്നലെ ഗ്യോക്കറസ് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ഓവറോൾ. മേ ബി ഗ്യോക്കറസ് ഗോളുകൾ സ്കോർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഗ്യോക്കറസിന്റെ പെർഫോമൻസ് മോശമാണെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗ്യോക്കറസ് ഹാസ് ടു സ്കോർ സം ഗോൾസ്. കാരണം പുള്ളി യങ്സ്റ്റർ എന്നുള്ള ഒരു ഇതില്ല. ഗ്യോക്കറസ് 27 വയസ്സിൽ പ്രൈമിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. പുള്ളി പ്രീമിയർ ലീഗ് ഇതിനു മുമ്പ് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരാളുമാണ്. ആ ഒരു ടൈറ്റിൽ വിന്നിങ് ടീമിൽ ആണല്ലോ ആർസണൽ ഈ ഒരു സീസൺ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു സ്ട്രൈക്കർ കൊടുക്കേണ്ട നമ്പേഴ്സ് എന്തായാലും ഗ്യോക്കറസ് കൊടുത്തില്ല. ഡെഫിനറ്റ്ലി അതൊരു ഇഷ്യൂ തന്നെയാണ്. കിട്ടുന്ന ഹാഫ് ചാൻസുകൾ കൺവേർട്ട് ചെയ്തിരിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് 0-0 എൻഡ് ചെയ്തത്. ഐ തോട്ട് ഓക്കെ ആസ്റ്റൺ വില്ലയ്ക്ക് അത് നല്ലൊരു റിസൾട്ടാണ്. കാരണം പൊതുവെ ആസ്റ്റൺ വില്ല സെക്കൻഡ് ഹാഫിലാണ് ഗിയർ കുറച്ച് ഷിഫ്റ്റ് ചെയ്യാറ്. ആൻഡ് വളരെ ലോ XG ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്ന ഒരു ടീമുമാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആസ്റ്റൺ വില്ല. സോ മേ ബി അത് അവരെ ഇന്നലെ ബാക്ക് ഫയർ ചെയ്തു. ഇനി മേ ബി ആസ്റ്റൺ വില്ല എന്തുകൊണ്ട് ഈ സീസൺ ടൈറ്റിലിന് വേണ്ടി ചാലഞ്ച് ചെയ്യത്തില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇന്നലെ മേ ബി ആൻസർ ചെയ്ത് കാണാം. ഒന്ന് സ്ക്വാഡ് ഡെപ്ത് ഇഷ്യൂസ്, 2 പ്രോബബ്ലി ഇഫ് യു ഹാവ് ടു വിൻ ടൈറ്റിൽസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യണം. എപ്പോഴും ഓക്കെ ഡിഫൻസീവ് സോളിഡ് ആയിരുന്നിട്ട് മേ ബി ഒരു വളരെ ലോ ആയിട്ടുള്ള ഒരു XG ചാൻസ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും നടക്കുന്ന കാര്യമല്ല. സോ അത് മേ ബി ഇന്നലെ കൂടുതൽ വിസിബിൾ ആയ ഒരു മാച്ചാണ്. ബട്ട് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ഒനാനേനെ ഇഞ്ചറി കാരണം ആസ്റ്റൺ വില്ല മാറ്റുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അതൊരു ഗെയിം ചേഞ്ചിങ് മൂവ് ആയിരുന്നു. നമ്മൾ കണ്ടു ഒഡിഗാർഡ് കൂടുതൽ ഡയറക്റ്റ് ആവാൻ തുടങ്ങി. ഫ്രണ്ടിലോട്ട് കൂടുതൽ ഡയറക്റ്റ് റൺ കൊടുത്താൻ തുടങ്ങി. സുബിമെന്റ് റൺ കൊടുത്താൻ തുടങ്ങി. ട്രൊസാർഡ് ഇൻവേർട്ട് ചെയ്ത് ഹാഫ് സ്പേസസിലോട്ട് കയറുന്ന ഒരു സിനാരിയോ ഉണ്ട്. മെറീനോ ഹാഫ് സ്പേസസിലോട്ട് കയറുന്ന ഒരു സിനാരിയോ ഉണ്ട്. കാരണം സെക്കൻഡ് ഹാഫിൽ ആസ്റ്റൺ വില്ലയുടെ ബേസ് മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു യൂറി ടിലമെൻസും മഗ്ഗിനുമാണ് വന്നത്. ഇവർ രണ്ടുപേരും ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് അല്ല.
ഈവൻ ലാസ്റ്റ് മാച്ചിന് നമ്മൾ കണ്ടതാണ് ചെൽസിക്ക് അഗെയിൻസ്റ്റ് ഫസ്റ്റ് ഹാഫിൽ കമാറയും ടിലമെൻസോര ഒരു ഡബിൾ പ്യൂട്ടി കളിച്ച് ടിലമെൻസ് ഡീപ്പിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ അല്ല. ഈസ് എ റിയലി ഗുഡ് മിഡ്ഫീൽഡർ. പക്ഷേ ഒരു ബോക്സ് ടു ബോക്സ് അല്ല, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളാണ് ടിലമെൻസിന്റെ സ്ട്രെങ്ത്. സിമിലർലി ജോ മഗിൻ ഒരിക്കലും ഒരു ഡീപ്പിൽ കളിക്കുന്ന ഒരു പ്ലെയറേ അല്ല. സോ ആർസണലിന് മനസ്സിലായി സെൻട്രൽ സോൺസിൽ എസ്പെഷ്യലി ഹാഫ് സ്പേസസിന് നല്ല വൾണറബിൾ ആയിരിക്കും. കാരണം ലിൻഡലോഫും കോൺസയും അവരുടെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് ലിലമെൻസും മഗിനും നോട്ട് ഗോയിങ് ടു വർക്ക്, എക്സ്പോസ്ഡ് ആവും. സോ വി സോ ഒഡിഗാർഡ്, മെറീനോ, സുബിമെൻഡി, ട്രൊസാർഡ് ഇൻവേർട്ട് ചെയ്ത ഹാഫ് സ്പേസസിലോട്ട് വന്നു. ഇവൻ സാക്കൻ ടു ആൻ എക്സ്റ്റെൻഡ് വന്നു. ആ ഹാഫ് സ്പേസ് സെൻട്രൽ സോൺസ് ശരിക്കും വൾണറബിളാന്ന് മനസ്സിലായി. കാരണം ആ ഏരിയയിൽ ആർസണൽ ഓവർലോഡ് ചെയ്താൽ അവർക്ക് പ്രസ് ബീറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല ആസ്റ്റൺ വില്ലയ്ക്ക്. ഇന്നലെ ആർസണൽ സ്കോർ ചെയ്ത 2 ഗോൾ, ട്രൊസാറിന്റെ ഗോളിലാണെങ്കിലും അതിനുശേഷം വന്ന ഒരു ഗോളിലാണെങ്കിലും നമ്മൾ അറിയായിരുന്നു, സുബിമെൻഡിയുടെ ഗോളിലാണെങ്കിലും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഇവരുടെ ഈ ബാക്കിൽ നിന്ന് അവർ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിച്ചത് ഇന്റർസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അവർ പോയി ഗോളുകൾ സ്കോർ ചെയ്തത്. സോ വിച്ച് മീൻസ് അവർക്ക് ബാക്ക് ഡീപ്പിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് ബോൾ റിസീവ് ചെയ്ത് ടേൺ ചെയ്ത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. കോൺസ്റ്റന്റ്ലി മഗിനും ടിലമെൻസിനെ എക്സ്പോസ്ഡ് ആക്കുകയായിരുന്നു. ആൻഡ് ആ ഹാഫ് സ്പേസ് എക്സ്പ്ലോറ്റേഷൻ കൂടാതെ സുബിമെൻഡി ആണെങ്കിലും ഒഡിഗാർഡ് ആണെങ്കിലും കൂടുതൽ ഡയറക്റ്റ് ആവാൻ തുടങ്ങി. വളരെ അന്യായ പ്രസിംഗ് ആയിരുന്നു ഒഡിഗാർഡിന്റെ ഒക്കെ സെക്കൻഡ് ഹാഫിൽ. ആൻഡ് സുബിമെൻഡി ഓവറോൾ ഗെയിം ഇന്നലെ റൈസിന്റെ അഭാവം നികത്തിയെന്ന് തന്നെ പറയേണ്ട ഒരു സൂപ്പർ പെർഫോമൻസ് തന്നെയായിരുന്നു സുബിമെൻഡിയുടെ. ആൻഡ് ഡിസേർവിംഗിൽ 4 ഗോളുകൾ അടിക്കുന്ന ഒരു സിനാരിയം കണ്ടു. ആ സെക്കൻഡ് ഗോൾ, തേർഡ് ഗോൾ, ഫോർത്ത് ഗോളിന് വേണ്ടി പോയി. അതാണ് ഈ ഒരു മെന്റാലിറ്റി ആർസണലിനുണ്ടെങ്കിൽ ദേ വിൽ ബി ചാമ്പ്യൻസ് ഉറപ്പാണ്. കാരണം ഡിഫെൻസീവ്ലി ദേ ആർ ദ ബെസ്റ്റ് ടീം ഇൻ ദ ലീഗ് വിത്തൗട്ട് എ ഡൗട്ട്. ബട്ട് ഗോൾ സ്കോറിംഗിന്റെ കാര്യത്തിലൂടെ അവർക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത്. ഓക്കെ, അവർക്ക് ഗോളുകൾ പലയിടത്തുനിന്നും വരുന്നുണ്ട്. ഇഫ് യു ആസ്ക് മീ, അവരുടെ മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ ഗബ്രിയേലാണ്. അതായത് ഡിഫൻഡർ ഗബ്രിയേലാണ് സെറ്റ് പീസസിൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ തന്നെയാണ്. ബട്ട് ക്യാൻ സാക്ക ബിറ്റ് ഓഫ് ആയിരുന്നു ഇന്നലെ. ക്യാൻ ഗ്യോക്കർസ് ഇവർക്ക് കൂടുതൽ ഗോളുകൾ കൊണ്ടുവരാൻ സാധിക്കുമോ? അതില്ലെങ്കിൽ തന്നെ ഇന്നലത്തെ മാച്ചുകളിലെ പോലെ 1-0, 2-0, 3-0, 4-0 ആക്കാൻ സാധിക്കൂ. കാരണം ഇതിനു മുമ്പ് ഈ സീസണിലാണ്, എസ്പെഷ്യലി ലാസ്റ്റ് സീസണുകളിൽ ആർസണൽ ഇങ്ങനെ 1-0 ലീഡുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി. ലാസ്റ്റ് ഈവൻ ആസ്റ്റൺ വില്ല തന്നെ പണി കൊടുത്തിട്ടുള്ള സിനാരിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു മെന്റാലിറ്റി അവർക്ക് കാണിക്കാൻ സാധിക്കുവാണെങ്കിൽ അതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. നിങ്ങളിപ്പോൾ ആർസണലിൽ ഇന്നലെ ബെഞ്ചിൽ നിന്ന് ഗബ്രിയേൽ ജീസസ് ഇറങ്ങി ഒരു സൂപ്പർ ഗോൾ സ്കോർ ചെയ്തു. സോ നൈസ് ടു സീ. ആൻഡ് ഗബ്രിയേൽ ജീസസ് ഇഞ്ചറി മാറി വരുവാണ്. ഹാവേർട്സ് ഇന്നലെ ബെഞ്ചിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ എസേനെയും മാർട്ടിനെല്ലിനെയും പുള്ളി യൂസ് ചെയ്തേ ഇല്ല. ഡാംസ്ഗാർഡ് പോലത്തെ പ്ലേയേഴ്സ്, ലൂയിസ് കെല്ലി പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ അവർക്ക് ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഐ തിങ്ക് ഡെക്ലൻ റൈസ് ഫിറ്റായിരിക്കട്ടെ. അത്യാവശ്യം ഡെക്ലൻ റൈസിന് ഇഞ്ചറി അധികം ലോങ് ടൈം അല്ല എന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ തന്നെ കാലിഫ്യോറി ഇഞ്ചറി മാറി വരേണ്ടതും ഹ്യൂജ് ബൂസ്റ്റ് ചെയ്യാനായിരിക്കും. മൊസ്കോറ, കാലിഫ്യോറി, ഡെക്ലൻ റൈസ് പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഫിറ്റായിട്ട് കൊണ്ടേ വരുവാണെങ്കിൽ സൂപ്പർ സ്ക്വാഡ് അല്ലേ. ഇന്നലെ മാഡുവൊക്കെ സബായിട്ട് ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ ആർസണലിന്റെ ബെഞ്ച് സ്ട്രെങ്തും പോസിറ്റീവാണ്. ലെറ്റ്സ് സീ ആർസണൽ ടൈറ്റിൽ റേസിന് വേണ്ടി പുഷ് ചെയ്യുമോ. നിങ്ങളിപ്പം ടോപ്പ് നോക്കുവാണെങ്കിൽ സിറ്റിയുടെ മേലെ 5 പോയിന്റ് ഗ്യാപ്പായിട്ടുണ്ട്. ആസ്റ്റൺ വില്ലയുടെ മേലെ 6 പോയിന്റ് ഗ്യാപ്പായി. സോ ഈ സിറ്റിക്ക് ഇന്ന് സണ്ടർലൻഡ് എവയാണ്, ഈസി ആയിട്ടുള്ള ഒരു ഫിക്സർ അല്ല. സണ്ടർലൻഡ് നമുക്കറിയാം ലീസൺ മാച്ചുകളിൽ കുറച്ച് ഡൗൺ ആയി, കാരണം അവരുടെ ഹാഫ് കോണിന് ധാരാളം പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. പക്ഷേ എവേ ഫിക്സർ ആണ്. സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ പോസിബിൾ ആണ് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും. സോ ലെറ്റ്സ് സീ എങ്ങനെ പോകുന്ന ആർസണൽ വിൽ ബി ഹോപ്പിംഗ് സിറ്റിയിൽ നിന്ന് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുള്ള കാര്യം തന്നെയായിരിക്കും. അവിടെ നമ്മൾ മെറ്റ് മാച്ചുകളിലോട്ടൊന്ന് പോവുകയാണെങ്കിൽ ഇന്നലെ ചെൽസി ബോൺമത്തിനോട് 2-2 സമനില പിടിക്കുന്ന ഒരു സിനാരിയോ കണ്ടു. ചെൽസി ലാസ്റ്റ് ബാർസലോണയുടെ ചാമ്പ്യൻസ് ലീഗ് തോപ്പിച്ചതിന് ശേഷം 6 ലീഗ് മാച്ചുകളിൽ ആകപ്പാടെ ഒരേ ഒരു വിന്നേ ഉള്ളൂ, എഗെയിൻസ്റ്റ് എവർട്ടൺ അറ്റ് ഹോം 2-0. സോ ഈ ഒരു മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും നിങ്ങളിപ്പോൾ XG കാണാം. ചെൽസി ആണെങ്കിൽ ചെൽസിനേക്കാൾ XG ക്രിയേറ്റ് ചെയ്തു ആര്? ബോൺമത്ത്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ആൻഡ് ചെൽസി ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾ നോക്കുക. അച്ചംപിയോങ്ങിനെയാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഗുസ്തോനാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഹാറ്റോയ്ക്കും കുക്കറേക്കും ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിരുന്നു, രണ്ടുപേരും സ്ക്വാഡിലില്ലായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് വെച്ച് തന്നെ റീസ് ജെയിംസിനെ റൈറ്റ് ബാക്കായിട്ട് ഇറക്കുന്ന സിനാരി നമ്മൾ കണ്ടു. പെഡ്രോ നെറ്റോനെ ഗർണാച്ചോനെ മാറ്റി ഇറക്കുന്ന സിനാരി നമ്മൾ കണ്ടു. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ചെൽസി സ്റ്റാർട്ടഡ് ഓക്കെ. അപ്പുറത്ത് ബ്രൂക്കിന്റെ ഗോളിലൂടെ അവർ ലീഡ് എടുത്തു. പിന്നീട് പാൾമറിന്റെ പെനൽറ്റിയിലൂടെ ഈക്വലൈസ് ചെയ്തു. പിന്നെ എൻസോയുടെ ഗർണാച്ചോയുടെ ഒരു അസിസ്റ്റിൽ എൻസോയുടെ ഒരു സൂപ്പർ ഗോളിൽ 2-1 ലീഡ് എടുത്തു. പക്ഷെ പിന്നീട് ക്ലൈവേർട്ട് ഈക്വലൈസർ സ്കോർ ചെയ്യായിരുന്നു 2-2. ഗെയിം ഒരു കെയോട്ടിക് രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പൊക്കോണ്ടിരുന്നത്, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. സെക്കൻഡ് ഹാഫിലോട്ട് മെറ്റുവൊക്കെ വരുമ്പോൾ ബോൺമത്ത് വിന്നർ അടിച്ചേനെന്നൊരു ഫീൽ ഉണ്ട്. കാരണം ഇന്നലെ 6 ബിഗ് ചാൻസിൽ 4 അവർ മിസ് ചെയ്തു. ഇന്നലെ സാഞ്ചസിന്റെ സേവുകളും മെറ്റുവൊക്കെ വന്നു. പക്ഷെ എന്നാലും
ഇന്നലെ ക്ലൈവേർഡ് വാസ് ഹാവിങ് എ ഗ്രേറ്റ് ഗെയിം. സെമന്യോ പുള്ളിയുടെ ബെസ്റ്റ് സ്റ്റാൻഡേർഡോട്ട് വന്നില്ല, ബട്ട് ക്ലൈവേർഡ് വാസ് ഹാവിങ് എ ഗ്രേറ്റ് ഗെയിം. അതുപോലെ ട്രെവനിയറും അടിപൊളിയായിട്ടാണ് കളിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട്. ഇന്നലെ ചെൽസി ശ്രമിച്ച ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത് അവരുടെ 2 സെൻട്രൽ ബാക്സിനെയും അവർ അത്യാവശ്യം അഗ്രസീവ്ലി പ്രസ് ചെയ്യും ബോൺമത്ത്. സോ അവർ ചലബോനെയും അതുപോലെ തന്നെ ഫൊഫാനേനെ ഉപയോഗിക്കുക, ആൻഡ് കൈസീഡോനെ ജസ്റ്റ് ബേസിൽ ഫ്രണ്ടിൽ ഉപയോഗിക്കുക. അവർ 2 സെൻട്രൽ ബാക്സിനെ അല്ല വിങ് ബാക്ക് ലെഫ്റ്റ് ബാക്കിനെ റൈറ്റ് ബാക്കിനെ അവർ ടക്കിങ് ചെയ്തു, കുറച്ചുകൂടെ സെൻട്രലിലോട്ട് വലിച്ചിട്ട് അവരുടെ പ്രസ് നാരോ ആക്കി ശ്രമിച്ചത്. അവരുടെ 2 വിങ്ങേഴ്സിനെയും ഫ്രീ ആക്കാം, ഗർണാച്ചോനെ എസ്തിവാവോനെയും ഫ്രീ ആക്കാം, കൂടാതെ കൈസീഡോനെയും ഫ്രീ ആക്കാനായിട്ട് അവർ ശ്രമിച്ചു. കൈസീഡോ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഈ ഫൊഫാനയുടെയും ചലബോടെയും ഫ്രണ്ടിൽ സിറ്റ് ചെയ്യുക. അവരുടെ 2 സ്ട്രൈക്കേഴ്സാണ്, 2 പേരും വന്ന് പ്രസ് ചെയ്യും. നമുക്ക് ആ ഒരു എൻസോയുടെ മേലും അതുപോലെ തന്നെ ഫ്രണ്ട് നിൽക്കുന്ന പാൾമറിന്റെ മേലും ആയിരിക്കും അവരുടെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിന്റെ പ്രസ്. സൊലറ്റ്സ് കൈസീഡോയിലൂടെ നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ബട്ട് ടവനിയർ ഹാഡ് സം അതർ പ്ലാൻസ്. പുള്ളി കൈസീഡോയിലോട്ട് ജമ്പ് ചെയ്യുന്ന സിനാരിയോസ് നമ്മൾ പലപ്പോഴും കണ്ടു. സോ കൈസീഡോനെ ഫോഴ്സ് ചെയ്ത് ലോങ് പോകാനായിട്ട് ഡെലാപ്പ് ഫസ്റ്റ് ബോൾസോ വിൻ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂടുതൽ ലോങ് പോകുന്നൊരു സിനാരിയോ കണ്ടു. ആൻഡ് ഡെലാപ്പ് ടു ആൻ എക്സ്റ്റെൻഡ് ഡിസപ്പോയിന്റ് ചെയ്തു ആ ഒരു കാര്യത്തിൽ. സോ ഡെലാപ്പിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഡെലാപ്പ് ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. കാരണം പുള്ളിയുടെ പെർഫോമൻസ് വളരെ മോശമാണ് ഡെലാപ്പിന്റെ. ചെൽസി വന്നതിന് ശേഷം ഇഞ്ചറി കാരണം കുറെ മാച്ച് ഔട്ടായിരുന്നല്ലായിരുന്നു, പക്ഷെ ചാൻസുകൾ കിട്ടുമ്പോഴും ഡെലാപ്പ് വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു ഫിസിക്കാലിറ്റി ഉപയോഗിച്ച് പുള്ളി ഇതിലും ബെറ്റർ ആയിട്ട് കളിച്ചേ പറ്റൂ. ജാവോ പെട്രോനെ 63-ാം മിനിറ്റിലും മറ്റുമൊക്കെ കൊണ്ടിരുന്ന കണ്ടു. പാൾമറിനെ മാറ്റിയതിന് ശേഷം പിന്നീട് ലാസ്റ്റ് 90-ാം മിനിറ്റിലോ മറ്റോ ആണ് ഗിറ്റൻസിനെ കൊണ്ടുവന്നത്. എസ്തിവാവോ ആണ് ഇന്നലെ ആ പിച്ചിട്ട് ചെൽസിയുടെ മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയർ ആയിട്ട് തോന്നിയത്. പല സിറ്റുവേഷൻസിൽ അങ്ങോട്ടേക്ക് ബോൾ ഇട്ടിട്ട് എസ്തിവാവോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു സിനാരിയോ വരുന്നതാണ്. സോ എൻസോ മരസ്ക എൻ്റെ ഒപ്പീനിയൻ കുറച്ച് പ്രഷറിലായിരിക്കും. ഓൾറെഡി ബോർഡുമായിട്ട് എന്തോ ഇഷ്യൂസ് ഉണ്ടെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ലാസ്റ്റ് 6 മാച്ചുകളിൽ നിന്ന് ഒരു വിജയം, ഈവൻ അത് പോരാ. ചെൽസി ടൈറ്റിലാണ് ലക്ഷ്യം വെക്കുന്നെങ്കിൽ ഇത് പോരാ. കാരണം ചെൽസി ഇപ്പൊ നിങ്ങൾ പോയിന്റ്സ് ടേബിൾ നോക്കുവാണെങ്കിൽ താഴോട്ട് പോയിട്ടുണ്ട്, 15 പോയിന്റ് ഗ്യാപ്പ് ആയിട്ടുണ്ട് ഫസ്റ്റ് നിൽക്കുന്ന ആർസണലുമായിട്ട്. സോ ടോപ്പ് 4-ൽ ഇല്ല ചെൽസി. ഇപ്പം ചെൽസി ടൈറ്റിൽ റേസിൽ ഉണ്ടോ എന്നാണ് നമ്മൾ ഡിസംബർ സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലും ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത്, എസ്പെഷ്യലി സെക്കൻഡ് വീക്കിലൊക്കെ. അവിടെ നിന്ന് ഇപ്പൊ ചെൽസി ടോപ്പ് 4 റേസിൽ ഉണ്ടോ എന്നുള്ളൊരു സിനാരിയോ ഉണ്ട്. ഓക്കെ, 5th സ്പോട്ടും മിക്കവാറും ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പ്രീമിയർ ലീഗിന് കിട്ടുമായിരിക്കും. പക്ഷേ റൈറ്റ് നൗ ടോപ്പ് 4 റേസിൽ ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനായി ചെൽസിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ. സോ ചെൽസിക്ക് വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയാണ്, അതിനുള്ള പ്ലേയേഴ്സിനെ ആഡ് ചെയ്യണം ചെൽസി. മേ ബി ഡിഫെൻസീവ്ലി ഇന്നലെ ആണെങ്കിലും ചെൽസി വാസ് സോ ബാഡ്. ഫൊഫാന, ചലബ, അച്ചംബിയോങ്, ഗുസ്തോ വാസ് ഗെറ്റിംഗ് റിയലി എക്സ്പോസ്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ഇഞ്ചറീസ് ചെൽസിനെ വലട്ടുന്നുണ്ട്. യെസൂജോന്റെ ഇഞ്ചറി മറ്റുമൊക്കെ ഇഷ്യൂ ആണ്. അടുത്തത് മാഞ്ചസ്റ്റർ സിറ്റി മാച്ചാണ്. ആ മാച്ചിൽ കൈസീഡോ ഇല്ല താൻ. കൈസീഡോയ്ക്കാണെങ്കിൽ സസ്പെൻഷനാണ്, അക്യുമുലേറ്റഡ് യെല്ലോ കാർഡ്സിന്റെ സിനാരിയോ കാരണം കൈസീഡോ സസ്പെൻഡഡ് ആണ്. സോ എങ്ങനെ ചെൽസി ആ ഗെയിം മാനേജ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ഉണ്ട്. സോ ലെറ്റ് സി എങ്ങനെ പോകുന്നുള്ള കാര്യം. ഐ തിങ്ക് മരസ്ക ഹാസ് ടു ഫൈൻഡ് ആൻ ആൻസർ. കാരണം ചെൽസിക്ക് അധികം സ്പേസുകൾ കൊടുക്കാത്ത ടീമുകൾക്ക് അഗെയിൻസ്റ്റ് ചെൽസി സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു ഇഷ്യൂ ആണ്. കൂടാതെ ഡിഫെൻസീവ്ലി ചെൽസിനെ ചെറിയ ടീമുകൾ കൂടുതൽ എക്സ്പോസ്ഡ് ആക്കുന്നതും വറിയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് വിതൗട്ട് എ ഡൗട്ട്. സോ ഈവൻ ലാസ്റ്റ് ന്യൂകാസിൽ മാച്ചും സമനില പിടിച്ചെങ്കിലും വി സോ ഹൗ ന്യൂകാസിൽ ലാസ്റ്റ് മൊമെന്റ്സ് ഒക്കെ ആ ഒരു വിന്നുമായിട്ട് പോകാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു ചെൽസിക്ക് അഗെയിൻസ്റ്റ് ന്യൂകാസിലിന്. സോ ലെറ്റ് സി. വില്ലയോട് തോറ്റു, അതിന് മുമ്പായിരുന്നു ന്യൂകാസിൽ മാച്ച്. സോ അതാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടു, ഫസ്റ്റ് ഹാഫിൽ ഗെയിം കില്ല് ചെയ്യായിരുന്നു ചെൽസിക്ക്, ബട്ട് സെക്കൻഡ് ഹാഫിൽ വില്ല ഗെയിമിലോട്ട് കംപ്ലീറ്റ്ലി ചെൽസിനെ ഡോമിനേറ്റ് ചെയ്തു. സിമിലർലി ന്യൂകാസിൽ മാച്ചിലും സെക്കൻഡ് ഹാഫിൽ ചെൽസി മൊമെന്റം ഗെയിൻ ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടേ വീണ്ടും ന്യൂകാസിൽ വിന്നർ അടിക്കുന്ന ഒരു സിനാരിയോ നമ്മളുണ്ട്. സോ ലെറ്റ് സി ചെൽസി എന്ത് കാണിക്കുന്നു. അവിടുന്ന് നമ്മൾ മറ്റൊരു ടീം ഡിസപ്പോയിന്റ് ചെയ്യുന്ന ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. കാരണം യുണൈറ്റഡ് ലാസ്റ്റ് കിടക്കുന്ന വൂൾസിന് അഗെയിൻസ്റ്റ് ഈ മാച്ചിന് മുമ്പ് വൂൾസിന് ആകെപ്പാടെയുള്ള 2 പോയിന്റാണ്, 2 സമനില. ലാസ്റ്റ് 12 മാച്ചുകളിൽ വൂൾസിന് ഒരു ഡ്രോ പോലും ഇല്ല. 12 മാച്ച് അടുപ്പിച്ച് തോറ്റാണ് വൂൾസ് വരുന്നത്. അവിടെ നിന്ന് വൂൾസിന് ഇന്നലെ ഒരു പോയിന്റ് ഓൾഡ് ട്രാഫോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ വൂൾസിനാണ് ബെറ്റർ XG, ബെറ്റർ ചാൻസുകളും ക്രിയേറ്റ് ചെയ്ത ടീം വൂൾസ് തന്നെയായിരുന്നു. മേ ബി വൂൾസ് വിക്ടറി ആയിട്ട് പോകേണ്ട ഒരു മാച്ചായിരുന്നു ഇതൊന്നും വേണേൽ പറയേണ്ടി വരും. ഇപ്പൊ യുണൈറ്റഡ് ഇന്നലെ ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ഓൺ പേപ്പർ ഇറ്റ്സ് ഓക്കെ ലൈനപ്പ്, ബട്ട് ബെഞ്ച് സ്ട്രെങ്ത് യുണൈറ്റഡിനെ നിങ്ങൾ നോക്കുക. ഇന്നലെ ബെഞ്ചിൽ നിന്ന് വന്ന നെയിംസ് നോക്കുക, അക്കാഡമി പ്രോഡക്ട്സും യോറോ ഒഴികെ ബാക്കിയെല്ലാം അക്കാഡമി എന്നുള്ള പിള്ളേരും, പിന്നെ ഈവൻ അൺയൂസ്ഡ് സബ്സിനെ നിങ്ങൾക്ക് കാണാം, മൊത്തം അക്കാഡമി പ്രോഡക്ട്സും ആണ്. ഓക്കെ, ബ്രൂണോ ഫെർണാണ്ടസ് ഇഞ്ചറി ആറിന് ഔട്ടാണ്, മൗണ്ട് ഇഞ്ചറി ആറിന് ഔട്ടാണ്, ഡിലിറ്റ് ഇഞ്ചറി ആറിന് ഔട്ടാണ്, മഗ്വയർ ഇഞ്ചറി ആറിന് ഔട്ടാണ്, അമാദിയാലോ അഫ്കോൺ പോയി, മസറായ അഫ്കോൺ പോയി, അതുപോലെ തന്നെ എംബൂമോ അഫ്കോൺ പോയി. ഇതെല്ലാം അറിയാം. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രോബബ്ലി നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് മിഡ്ഫീൽഡ് അഡീഷൻ. അത് ജനുവരിയിൽ മസ്റ്റായിട്ടും കൊണ്ടുവരണമെന്ന് വീണ്ടും എടുത്തു കാണിച്ച മത്സരമാണ്. കാരണം
എഗെയിൻസ്റ്റ് യുണൈറ്റഡ് ബോൾ യുണൈറ്റഡിന് കൊടുത്തിട്ട് അധികം സ്പേസ് നമുക്ക് കൊടുക്കണം, കുറച്ച് സിറ്റ് ബാക്ക് ചെയ്യാം, കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കാം, ബോൾ അവരെടുത്തോട്ടെ, നമുക്ക് അവരെ ട്രാൻസിഷൻ കൗണ്ടറി ഹിറ്റ് ചെയ്യാം. ആ ഒരു അപ്രോച്ച് എടുക്കുന്ന ടീമുകൾക്ക് അഗെയിൻസ്റ്റ് യുണൈറ്റഡ് റിയലി സ്ട്രഗിൾ ചെയ്യുകയാണ്. യുണൈറ്റഡ് cannot create spaces and midfield ചില സിറ്റുവേഷൻസിൽ ഗെയിം ഇന്റൻസ് ആകുമ്പോഴേക്കും യുണൈറ്റഡ് റിയലി ലാക്ക് എ ബോൾ കാരിയർ ബ്രോ. ഉഗാർട്ടെ ആണെങ്കിലും പോരാ. ഇന്നലെ സിർസ്കിയും ഷെഷ്കോയും വേസ്റ്റ്ഫുൾ ആയിരുന്നു, കുറച്ച് ചാൻസ് കിട്ടിയത് അവർ വേസ്റ്റ് ചെയ്തു. സിർസ്കിയുടെ ഒരു നല്ല ഗോളിലാണ് അവർ ലീഡ് എടുത്തത്. പിന്നീട് ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് മേ ബി സിർസ്കിക്ക് ആ ഗോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം അല്ലേ. സോ ആ ഒരു അവർ ഈക്വലൈസ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. 1-1 ആയി. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ഓക്കെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് സിർസ്കിനെയൊക്കെ ഫസ്റ്റ് തന്നെ പുള്ളി എടുത്ത് മാറ്റി. ബട്ട് വരുന്ന പ്ലേയേഴ്സിന് ഈക്വലി പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി സബ്സ് ഇന്നലെ പല സബ്സ് ഡസൻ മെയ്ഡ് സെൻസ്. ഇന്നലെ ലിസാൻഡ്രോ വാസ് ഹാവിങ് എ ബാഡ് ഡേ. മത്തേസ് കുൻഹ വാസ് സോ ബാഡ്. മത്തേസ് കുൻഹയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും ഇഫ് യുവർ ടീംമേറ്റ്സ് ഈസ് ഇൻ എ ബെറ്റർ പൊസിഷൻ പാസ് ദ ബോൾ. അത് ഈ സീസൺ സ്റ്റാർട്ട് ഔട്ട് പറയുന്ന ഒരു കാര്യമാണ്. കുൻഹ നല്ലപോലെ കളിക്കുന്നുണ്ട്, നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഡ്രിബിൾ ചെയ്ത് ഫൗൾ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ പാസ് ദ ബോൾ ഇഫ് യുവർ ടീംമേറ്റ് ഈസ് ഇൻ എ ബെറ്റർ പൊസിഷൻ. അവിടെയാണ് എംബൂമോ കുറച്ച് ബെറ്റർ ആയിട്ട് പോകുന്നത്. ഓക്കെ, എംബൂമോനെയൊക്കെ ശരിക്കും മിസ് ചെയ്ത് ഇന്നലത്തെ മാച്ചിൽ. പക്ഷേ അപ്പുറത്ത് വൂൾസിന്റെ കാര്യത്തോട് വരുമ്പോൾ നിങ്ങൾ വൂൾസിന്റെ ഇഞ്ചുറി ലിസ്റ്റ് വന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്കും ധാരാളം ഇഞ്ചുറീസും സസ്പെൻഷനും എല്ലാം ഉള്ള ഒരു ടീമാണ്. ഇപ്പം അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഗോമസ് ഇന്നലെ അവൈലബിൾ അല്ലായിരുന്നു, ആൻഡ്രെ അവൈലബിൾ അല്ലായിരുന്നു. സോ ധാരാളം ഇഞ്ചുറി ഇഷ്യൂസും മറ്റും സസ്പെൻഷനും ഒക്കെ ഹിറ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് വൂൾസും. സോ നമ്മൾ അതോടെ ഓർക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ വൂൾസിന്റെ ഫോം വളരെ മോശമാണ്. സോറി ഫോർ ദാറ്റ് സൗണ്ട്, വലിയൊരു ഓട്ടോ പോകുന്നതാണ്. സോ വൂൾസിനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വളരെ വറിങ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഇപ്പൊ റോബർട്ട് വേർഡ്സിന്റെ ടീം മോശമായിട്ട് തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ അവർ റീസെന്റ് ആർസണലിനെ ഒന്ന് വെള്ളം കുടിപ്പിച്ചിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. ലിവർപൂളിനെയും വെള്ളം കുടിപ്പിച്ചിരുന്നു. പക്ഷെ ഈ മാച്ച് യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ ജയിക്കേണ്ട മത്സരം തന്നെയാണ്. പക്ഷെ പെർഫോമൻസ് വൈസ് ഇന്നലെ വൂൾസ് ആയിരുന്നു വിക്ടറി ഡിസേർവ് ചെയ്തത് ഓവറോൾ, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. ആൻഡ് യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും യുണൈറ്റഡ് കുറച്ചൊരു ഡിസപ്പോയിന്റിങ് റണ്ണിലാണ്. കാരണം റീസെന്റ് യുണൈറ്റഡ് ഇപ്പം ടോപ്പ് 4 ഇന്നത്തെ മാച്ച് ജയിക്കുവാണെങ്കിൽ XG കാര്യത്തിൽ ലിവർപൂളിനെ ഔട്ട് പെർഫോം ചെയ്ത് ടോപ്പ് 4 കയറാൻ. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റീസെന്റ് എവർട്ടണോട് 10 പേരുമായിട്ട് ഗെയിമിൽ ആദ്യ മിനിറ്റുകളിൽ തന്നെ ചുരുങ്ങി എവർട്ടണോട് ഓൾഡ് ട്രാഫോർഡിൽ തോറ്റു. പിന്നീട് വെസ്റ്റ് ഹാമിനോട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ഇന്ന് വൂൾസിനോട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ആസ്റ്റൺ വില്ലയോട് തോറ്റ്, ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ആസ്റ്റൺ വില്ലയോട് തോക്കുന്ന നമുക്ക് ടു ആൻ എക്സ്റ്റെന്റ് പിന്നെയും മനസ്സിലാക്കുന്ന കാര്യമാണ്. മറ്റ് മാച്ചുകളൊക്കെ ടു ആൻ എക്സ്റ്റെന്റ് മനസ്സിലാക്കാം. ബട്ട് 10 പേരായോ എവർട്ടൺ മാച്ച്, വെസ്റ്റ് ഹാം മാച്ച്, ഈ 3 മാച്ചുകളിൽ നിന്നും മാൻ യുണൈറ്റഡ് ഡ്രോപ്പ് 7 പോയിന്റ്സ്. ഈ ഒരു 7 പോയിന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ യുണൈറ്റഡ് ഇപ്പം ടോപ്പ് 4 കംഫർട്ടബിളി നിൽക്കേണ്ട ടീമാണ്, ടോപ്പ് 4. സോ ഇവിടെയാണ് യുണൈറ്റഡ് കൺസിസ്റ്റന്റ് ആവേണ്ടത്. ഓക്കെ, നമ്മൾ ഈ സീസണിൽ യുണൈറ്റഡ് 5th സ്പോട്ടിൽ 6th സ്പോട്ടിൽ ഇപ്പം നിൽക്കുന്നത് ഒട്ടും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല ഓൺ പേപ്പർ ടെക്നിക്കലി ഇഫ് യു ആസ്ക് മീ. പക്ഷേ ആ ഒരു റൺ ഉണ്ടല്ലോ, ഈ റീസെന്റ് വന്ന ഒരു റൺ ഓഫ് ഗെയിംസ്, അത് യുണൈറ്റഡിന് റിയലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റൺ ഓഫ് ഗെയിംസ് ആയിരുന്നു. മാക്സിമം പോയിന്റ്സ് എടുക്കേണ്ട റൺ ഓഫ് ഗെയിംസ് ആയിരുന്നു. അതിൽ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരിക്കും യുണൈറ്റഡ് ഫാൻസ്. ഇനിയും കുറച്ച് ഡിഫിക്കൽട്ട് ഫിക്സ്ചറുകൾ വരുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. സോ ലെറ്റ്സ് സീ അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് റൺ നടത്താൻ പറ്റുമോ എന്നുള്ള അറിയാൻ. ബ്രൂണോ ഫെർണാണ്ടസിനെ ശരിക്കും യുണൈറ്റഡ് മിസ് ചെയ്യും. ബ്രൂണോ ഇല്ലെങ്കിൽ യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് കളിക്കും. അങ്ങനെ ഇങ്ങനെ ഈ ബ്രൂണോനെ യൂസ് ചെയ്യുന്ന റോൾ, ഡീപ്പിൽ യൂസ് ചെയ്യുന്ന റോൾ ഒരു ഇഷ്യൂ ആണ് സംബന്ധിച്ച്. ബട്ട് ബ്രൂണോ ഫെർണാണ്ടസ് ഓൾവേസ് മേക്സ് മാൻ യുണൈറ്റഡ് ബെറ്റർ, എസ്പെഷ്യലി പുള്ളി ആ ഫൈനൽ തേർഡിൽ. അതാണ് മേ ബി യുണൈറ്റഡ് മോശമായിട്ട് കളിക്കുന്ന ഒരു മാച്ചാണ്. മേ ബി കിട്ടുന്ന ഒരു ഹാഫ് ചാൻസ് പുള്ളി കൺവേർട്ട് ചെയ്യും. സെറ്റ് പീസിലാവാം, എങ്ങനെയാവാം പുള്ളി കൺവേർട്ട് ചെയ്യും. സോ പുള്ളിയുടെ ഇന്നലെ റിയലി ബ്രൂണോ ഫെർണാണ്ടസിനെ മിസ് ചെയ്തു ചാൻസുകൾ കൺവേർട്ട് ചെയ്യാനായിട്ടൊരു പ്ലെയർ. മേ ബി യുണൈറ്റഡ് ജനുവരിയിൽ മസ്റ്റ് ആയിട്ടൊരു മിഡ്ഫീൽഡറിനെ ആഡ് ചെയ്തേ പറ്റും. ഷെഷ്കോ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ഷെഷ്കോയുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് മൂവ്മെന്റും എല്ലാം നൈസാണ്. ബട്ട് ഷെഷ്കോ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. സിർസ്കി ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. കുൻഹ കുറച്ച് ബെറ്റർ ആയേ പറ്റൂ. കുൻഹ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള പ്രോബബ്ലി ആ അറ്റാക്ക് ലീഡ് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണ്. സോ ഡിസിഷൻ മേക്കിംഗ് കുൻഹ ഇംപ്രൂവ് ചെയ്തേ പറ്റും. അതുപോലെ തന്നെയാണ് എടുത്തു പറയുന്ന കാര്യം, ജനുവരിയിൽ ഒരു മിഡ്ഫീൽഡ് അഡീഷൻ മസ്റ്റാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ യുണൈറ്റഡിന് ഈ സീസൺ കംപ്ലീറ്റ്ലി ഈവൻ യൂറോപ്പ ലീഗ് സ്പോട്ട് പോലും പോകുന്നുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത്. ഇഫ് ദേ ഡോണ്ട് ബ്രിങ് എ മിഡ്ഫീൽഡർ, അത് ആരാണെങ്കിലും ഗാലഗർ ആണെങ്കിലും ശരി, റൂബൻ നെവസ് ആണെങ്കിലും ശരി, ഗോ ഫോർ സംവൺ. യുണൈറ്റഡിന് മസ്റ്റാണ് ആ ഒരു കാര്യം. കൂടാതെ ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിലോട്ടൊന്ന് നോക്കുവാണെങ്കിൽ ഇന്നലെ ന്യൂകാസിൽ യുണൈറ്റഡ് 3-1 ബേൺലി അവേ എന്ന് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ഹാം ബ്രൈറ്റൺ, വെസ്റ്റ് ഹാമിന്റെ ഹോം മാച്ച് ആയിരുന്നു, 2-2 സമനിലയിൽ പിരിയുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മത്സരങ്ങളും മറ്റുമൊക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.